എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കോട്ടയം തിരുവാതിക്കലിൽ നടന്ന ഇരട്ട കൊലപാതകം. വ്യവസായിയായിരുന്ന വിജയകുമാറിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മീനയുമാണ് മരിച്ചത്. ഇവർക്കൊരു മകൻ ഉണ്ടായിരുന്നു. 7 വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ പുള്ളിക്കാരനും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ, ഇവർ താമസിക്കുന്ന ഒരു വലിയ ആഡംബര വീട്ടിലാണ്. ഇത് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു വീടെന്ന് പറയുന്നത് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. രാവിലെ ഈ വീട്ടിലേക്ക് വന്ന വേലക്കാരി സാധാരണ പിൻവാതിൽ കൂടെയാണ് വരുന്നത്. പുള്ളിക്കാരി വന്ന് നോക്കുമ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നു. മുൻവാതിലിൽ കൂടി അകത്തേക്ക് കയറിയ ഈ വേലക്കാരി ആദ്യം കാണുന്നത് വിജയകുമാർ സ്വീകരണ മുറിയിൽ മരിച്ചു കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരന്റെ ഭാര്യ ബെഡ്റൂമിലും മരിച്ച നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യം, രണ്ടുപേർക്കും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്രൂരമായിട്ട്, മുഖമൊക്കെ വളരെ വികൃതമായിട്ട് ആണ് കൊന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒരു സാധനവും മോഷണം പോയിട്ടില്ല. അതാണ് വേറൊരു കാര്യം. ആകെ പോയിരിക്കുന്നത് ആ CCTVയുടെ, ആ വീട്ടിലുണ്ടായിരുന്ന CCTVയുടെ DVR ആയിരുന്നു. DVR എന്ന് പറഞ്ഞത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ആണ്. അതില്ലെങ്കിൽ നമുക്ക് ഫൂട്ടേജ് ഒന്നും കിട്ടില്ല. പിന്നെ പോയിട്ടുള്ളത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന, ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 3 ഫോണാണ്. അല്ലാതെ ഒരു സാധനവും ആ വീട്ടിൽ നിന്നും പോയിട്ടില്ല. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആ പ്രതി അങ്ങോട്ട് വന്നത്. ഇനി കണ്ടുപിടിക്കാനുള്ള ഇതിന്റെ മോട്ടീവ് എന്താണ്, ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു ബംഗാളി ഉണ്ട്. പുള്ളിക്കാരൻ എന്ന് പറയുന്ന 10-61 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ഒരു ബംഗാളിയാണ്. അപ്പം പുള്ളിക്കാരനുമായിട്ട് ഒരു കശപിശ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ പുള്ളിക്കാരൻ അവിടുന്ന് ഒരു ഫോൺ മോഷ്ടിക്കുകയും അങ്ങനെ ഇയാളെ അവിടുന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് പോവുകയും പിന്നെ തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെ പുള്ളിക്കാരൻ പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അമിത് എന്ന് പറയുന്ന ഈ ബംഗാളിയായിട്ടുള്ള ഈ വേലക്കാരൻ കുറെ നാള് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് ഈയിടെയാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് ഇറങ്ങിയത്. പ്രഥമ ദൃഷ്ടിയിൽ ആൾക്കാരെല്ലാം പറയുന്നത് ഇയാളാണ്, ഇയാളെ ഈ ജയിലിൽ കയറ്റിയതിന്റെ ആ ഒരു റിവഞ്ച് ആണ്, അതാകാനാണ് സാധ്യത എന്നാണ് ആളുകളെല്ലാം പറയുന്നത്. പക്ഷെ അയാളിലേക്ക് എത്തുന്ന ഒരു തെളിവുകളും കാര്യങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഈ പുള്ളിക്കാരനാണെങ്കിൽ ഒരു വലിയ, കോട്ടയത്ത് തന്നെ വലിയൊരു ഓഡിറ്റോറിയോ, ഇന്ദ്രപ്രസ്ഥം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ഓഡിറ്റോറിയോ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര ഒരു വ്യവസായിയാണ് പുള്ളി. നല്ലൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ ഒരു മകളും ഉണ്ട്. മകളാണെങ്കിൽ അമേരിക്കയിൽ സയന്റിസ്റ്റോ ഡോക്ടറോ എന്തായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഒരു മകൻ ഉണ്ടായിരുന്ന, മകനാണെങ്കിൽ 7 കൊല്ലം മുമ്പ് മരിച്ചും പോയി. ഈ മകൻ കൊല്ലപ്പെട്ടതിലും ഇവര് കൊല്ലപ്പെട്ടതിലും എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ നോക്കണം, നിങ്ങൾ ഇവരുടെ വീട് കണ്ടല്ലോ. ആ വീട് എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു വീടാണ്. ആ വീടിന്റെ മതിലിനാണെങ്കിൽ 12 അടി ഉയരമുണ്ട്. ഈ 12 അടി ഉയരമുള്ള മതിൽ ചാടിക്കടന്നിട്ടാണ് ഈ കൊലയാളി ആ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. മാത്രമല്ല 2 പട്ടികളും ആ വീട്ടിലുണ്ട്. ആ പട്ടികൾക്കാണെങ്കിൽ വിഷം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം മരിച്ചു പോയിട്ടുണ്ട്. ഒരെണ്ണം ആണെങ്കിൽ അവശ നിലയിലുമാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ 12 അടി ഉയരത്തിലുള്ള മതിൽ ചാടി കടന്നു വന്ന ആ ഒരു ടൈമിലാണെങ്കിൽ ഈ പട്ടിയുടെ കൊരയൊന്നും കേട്ടിട്ടില്ല. പുള്ളിക്കാരൻ മതിൽ ചാടിയാൽ തന്നെ ഈ ചാടുന്ന സൗണ്ട് കേട്ട് ഈ പട്ടികൾ ഓടി വരുന്ന കുരയ്ക്കേണ്ടതാണല്ലോ. ശരിക്കും ഈ വീടുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കണം ആ വീട്ടിൽ വന്ന് കൊല നടത്തിയിട്ടുള്ളത്. കാരണം ഈ പട്ടിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം, അതായിരിക്കും പട്ടി കുറയ്ക്കാനത്. അതുമല്ല, ആഹാരത്തിനകത്ത് വിഷം കൊടുത്തിട്ടാണ് ഈ പട്ടിയെ കൊന്നിട്ടുള്ളത്. ഒന്നെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്തായാലും ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയും കാര്യങ്ങളൊക്കെ എടുത്തത് ഔട്ട് ഹൗസിൽ നിന്നാണ്. വേറെ കാര്യമുണ്ട്, ഈ ഔട്ട് ഹൗസിൽ കോടാലി ഉണ്ടെന്ന് ഇവനിക്ക് എങ്ങനെ അറിയാം? എന്തായാലും കൊല്ലാൻ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ആയുധം കയ്യിൽ കരുതിയിട്ടായിരിക്കും വരുന്നത്. ഈ ഔട്ട് ഹൗസിൽ കയറി ഈ കോടാലി ഉണ്ടെന്ന് അവനിക്ക് എങ്ങനെ അറിയാം? അതെടുത്തിട്ടാണ് അവൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഔട്ട് ഹൗസിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നതെന്നും അത് ഇവിടുന്ന് എന്റെ കയ്യിൽ കൊണ്ടുപോകണ്ട, കൊല്ലാനുള്ള സാധനങ്ങളൊക്കെ ഔട്ട് ഹൗസിൽ ഇരിപ്പുണ്ടെന്നൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. ശരിക്കും ഇവനിക്ക് നല്ല കണക്കൂട്ടലുണ്ട്. കാര്യം ഈ കോടാലി അങ്ങനെയുള്ള ആയുധങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുമ്പോൾ ആരാണെങ്കിലും സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വേറൊരു കാര്യം, ഡോറിന്റെ സൈഡിൽ നിന്ന് ഒരു അമ്മിക്കല്ല് കിട്ടിയിട്ടുണ്ട്. ആ അമ്മിക്കല്ല് എന്തിനാണ് അവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇവൻ ഈ ഒരു ഡോറ് തുറന്നിരിക്കുന്നത് ഡ്രില്ലറോ അങ്ങനെ എന്തോ ഒരു സാധനം വെച്ചിട്ട് ജനല് തുറന്നിട്ടാണ് ഡോറ് തുറന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒന്നും തീരുമാനിച്ചിട്ടില്ല, അവര് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ അകത്ത് കയറിയ സമയത്ത് ഈ വിജയകുമാർ വന്നിട്ടുണ്ടാവണം. അവിടെ വെച്ചിട്ടാണ് വിജയകുമാറിനെ ഇവൻ കൊല്ലുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ പണമിടപാടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിരിക്കുന്നു. എന്തായാലും ഞാൻ നേരത്തെ പോലെ ഒരുപാട് ബിസിനസ്സുകളും അതുപോലെ ഹൈലി ക്യാഷ് ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ സ്വാഭാവികമായിട്ടും ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ശത്രുക്കൾ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ രീതിയിലും ഒരു കൊട്ടേഷൻ വന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ പ്രതി എന്ന് പറയുന്ന വളരെ ആസൂത്രിതമായി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് 1-2 കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ആ വീടിന്റെ പരിസരത്ത് നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഫോണും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നവൻ ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകത്തില്ല. പിന്നെ ഈ 2 ശരീരങ്ങളും വിവസ്ത്രയാക്കി ഇട്ടതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നീട് ആ അമ്മിക്കല്ല് അവിടെ കൊണ്ടിട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം അതും എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
എന്തായാലും ഇവൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ കുഴപ്പിക്കുന്ന തരത്തിൽ, മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പോയിരിക്കുന്നത്. ഇനി ഇവരുടെ മകനിലേക്ക് വരാം. 2017 ജൂണിൽ 3-ാം തീയതിയാണ് ഈ വിജയകുമാറിന്റെ മകൻ മരിക്കുന്നത്. ഗൗതം എന്നാണ് പേര്. ഗൗതമിന്റെ ശരീരം കണ്ടെത്തുന്നത് അടുത്ത ഒരു ഹോസ്പിറ്റലിന്റെ സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നാണ്. അപ്പൊ ഈ സംഭവ സ്ഥലത്ത് ഈ റെയിൽവേ ട്രാക്കിന്റെ അകലെയായിട്ട് ഈ പുള്ളിക്കാരന്റെ ഗൗതമിന്റെ വണ്ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിക്കകത്ത് നിറയെ ബ്ലഡ് ആയിരുന്നു. ഈ ഗൗതമിന്റെ ശരീരത്തിലും വയറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അതായിരുന്നു മരണകാരണമായിരുന്നത്. റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ഈ ശരീരം കിട്ടിയതെങ്കിൽ പോലും ട്രെയിൻ തട്ടിയിട്ടല്ല ഗൗതം മരിച്ചിരിക്കുന്നത്. ഈ ഒരു കേസ് അന്വേഷിച്ച പോലീസുകാരാണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ഇതൊരു ആത്മഹത്യ എന്ന രീതിയിലാണ് കൺക്ലൂഷനിൽ അവരെത്തിയിരിക്കുന്നത്. പക്ഷെ വിജയകുമാർ അതൊരു ആത്മഹത്യയാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ കഴുത്തിലും വയറ്റിലും ഒക്കെ നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്നു. ആ ഒരു വ്യക്തി ഒരിക്കലും ഒരു 200-250 മീറ്റർ നടന്നു പോവില്ല. പിന്നെ കുത്താൻ ഉപയോഗിച്ച ആ ഒരു കത്തിയും ഈ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ആരോ കുത്തിയിട്ട് പോകാനാണ് ചാൻസ്. ഈ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും ഹൈക്കോടതി ഒരു 2 മാസം മുമ്പാണ് ഈ ഒരു കേസ് CBIക്ക് വിടുന്നത്. ശരിക്കും CBIക്ക് ഈ കേസ് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം 7 കൊല്ലത്തിന് ശേഷമല്ലേ ഇവരുടെ കയ്യിൽ ഇത് കിട്ടുന്നത്. എവിഡൻസ് ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഹൈക്കോടതി ഈ കേസ് CBI തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം 2 മാസമായി അവർ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ആ കേസ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആ കേസിൽ വലിയൊരു ലീഡ് കണ്ടുപിടിക്കാനായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു കൊലപാതകവും നടക്കുന്നത്. എന്തായാലും പിന്നെ ഭയങ്കര ദാരുണമായിട്ടാണ് മകൻ കൊല്ലപ്പെട്ടത്. അതിനേക്കാളും ബ്രൂട്ടലായിട്ടാണ് അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ 2 കേസിലും എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ പോലീസ് പറയുന്ന ഈ 2 കേസിലും കണക്ഷൻസ് ഒന്നും ഇല്ലെന്നാണ്. എന്തായാലും കൃത്യമായിട്ടൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കേട്ട് നോക്കാം. ആ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല. നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. പ്രതിയിലേക്ക് ഉടനെ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. കൃത്യമായ സൂചനകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ആ ബംഗാളിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. ശരിക്കും ഇപ്പൊ പൊതുവെ അന്യ സംസ്ഥാനക്കാരുടെ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ തലയിലേക്ക് ഈ കൊലപാതകങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. ഒന്നുകിൽ ഈ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന് കുടിയേറി പാർത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് കുറ്റവാളികളാക്കി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. ശരിക്കും ഈ രീതിയിലേക്ക് കേസ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കൊലപാതകികളായിരിക്കും, വലിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ രക്ഷപ്പെട്ടു പോകുന്നത്. എന്തായാലും ഈ ഒരു കേസിന്റെ അവസ്ഥയും എന്താവുമെന്ന് നോ ഐഡിയ. ഇപ്പൊ ആ ബംഗാളിയായിട്ടുള്ള ആ പുള്ളിക്കാരനാണ് ഇപ്പൊ എല്ലാരും ഒരു സംശയത്തിന്റെ മുൾമുനയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ആലോചിക്കുന്നത് അതൊന്നും അല്ല. ഇത്രയും വലിയ വീടും അടച്ചുറപ്പുള്ള ഒരു വീടും അതുപോലെ തന്നെ ഇത്രയും വലിയ ഉയരമുള്ള മതിലും 2 പട്ടികളും ഒക്കെയുള്ള പണമുള്ള ഇയാളെ പോലുള്ള ആളുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നത്തെ കാലത്ത് വലിയ മോട്ടീവ് ഒന്നും വേണ്ട ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട്. ഈ അഫാന്റെ ഒക്കെ കേസ് നമ്മൾ കണ്ടല്ലേ, വലിയ മോട്ടീവ് ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ കേസിൽ നമുക്ക് ഇതുവരെ ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത്. പക്ക പ്ലാൻഡ് ആയിട്ടുള്ള ഒരു മർഡർ ആണ്. ശരിക്കും ഇയാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അവർ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുമെന്ന്. എന്തായാലും DVR ഒക്കെ എടുത്തോണ്ട് പോകുന്ന ഒരു വിവരമുള്ള ഒരു മനുഷ്യനായ സ്ഥിതിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഫിംഗർ പ്രിന്റ് വരാത്ത രീതിയിൽ ചെയ്യാൻ അവന് കാര്യങ്ങളൊക്കെ അറിയാം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി ഈ ബംഗാളികൾക്കൊക്കെ ഇതിനുള്ള വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അയച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിയും വിവരമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്ന് പറയുമ്പോൾ ഈ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ, ഈ ബംഗാളി മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ CCTV ഫുട്ടേജ് ഇല്ലാത്തത് വീട്ടിലത് മാത്രമേ ഉള്ളൂ. പരിസരത്തേക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. ശരിക്കും ആ പുള്ളിക്കാരൻ വരുന്ന വഴിയിലെയോ അല്ലെങ്കിൽ അടുത്ത വീടുകളിലെയോ ഒക്കെ CCTV ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും അതിനകത്തൊക്കെ ഉണ്ടാവും. എന്തായാലും ഒട്ടും ശുഭകരമല്ല നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് സ്വന്തം നല്ല അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടായിട്ട് പോലും ഒരാളും സേഫ് അല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്തോ ഇനി എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നത്. ശരിക്കും ഒരു അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ ഇരുന്നാൽ പോലും നമ്മൾ സേഫ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു തരത്തിലാണ് ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നത്. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.